ഇന്ത്യയിലെ ട്രെയിൻ അപകടങ്ങൾ തുടർക്കഥയാകുമ്പോൾ ചോദ്യം ചെയ്യേണ്ടത് ആരെയെന്നോ വീഴ്ചയിൽ ആരാണ് ഉത്തരം തരേണ്ടതെന്നോ വ്യക്തതയില്ല. ഒരു കാലത്ത് അപൂർവങ്ങളിൽ അപൂർവമായിരുന്ന ട്രെയിൻ അപകടം നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണകാലത്തിൽ നിരന്തരമുള്ള ഒന്നായി മാറി. ഇതാ അതിനെതിരെയും റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവിനെതിരെയും രൂക്ഷ വിമർശനവുമായി രംഗത്ത് വരികയാണ് കോൺഗ്രസ്. മോദിയുടെ പുതിയ ഇന്ത്യയിൽ ഉത്തരവാദിത്തമില്ല, രാജിയില്ല, ആരും ഉപയോഗിക്കാത്ത അപ്രസക്തമായ റെയിൽ പദ്ധതികളെക്കുറിച്ചുള്ള ഗംഭീരമായ സംസാരങ്ങൾ മാത്രമേയുള്ളൂ. കഴിഞ്ഞ ദിവസം ജാർഖണ്ഡിലെ സറൈക്കലെ ഖർസവൻ ജില്ലയിൽ ഹൗർ മുംബൈ മെയിലിന്റെ 18 കോച്ചുകൾ പാളം തെറ്റി 2 പേർ മരിക്കുകയും 20 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇത്തരം അപകടങ്ങൾ മുൻനിർത്തിക്കൊണ്ടായിരുന്നു കോൺഗ്രസിന്റെ പരാമർശം. 2024 ജൂൺ ജൂലൈ മാസങ്ങളിൽ മാത്രം 17 ഇന്ത്യക്കാരുടെ ജീവൻ നഷ്ടപ്പെടുത്തുകയും 100 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത 3 റെയിൽവേ അപകടങ്ങൾ ഉണ്ടായി. ജൂലൈ 18-ന് ഛത്തീസ്ഗഡ് ദിബ്രുഗഡ് എക്സ്പ്രസ് പാളം തെറ്റി 4 പേരാണ് അന്ന് മരിച്ചത്. 31 പേർക്ക് പരിക്ക് പറ്റി. ജൂലൈ 21-ന് രാജസ്ഥാനിലെ അൽവാറിൽ 3 വാഗണുകൾ പാളം തെറ്റി. ജാർഖണ്ഡിലെ ചക്രധൻപൂരിൽ ഹൗറ CMT എക്സ്പ്രസ് ട്രെയിനിന്റെ നിരവധി കോച്ചുകൾ പാളം തെറ്റി 2 പേര് മരിച്ചു, 20 പേർക്ക് പരിക്ക് പറ്റി. കൂടാതെ ഇങ്ങനെ നിരവധി അപകടങ്ങൾ ഉണ്ടായി. എന്നാൽ സാധാരണഗതിയിൽ വൈകുന്നേരത്തോടെ വൈഷ്ണവ് തന്റെ PR ടീമിനൊപ്പം സൈറ്റ് സന്ദർശിച്ചുകൊണ്ട് ഒരു റീൽ അപ്ലോഡ് ചെയ്യും. ഇതാണ് ഈ റെയിൽവേ മന്ത്രിയുടെ ഉത്തരവാദിത്തം. അത്രമാത്രമേ ഇവിടെ നടക്കാറുള്ളൂ. കോൺഗ്രസിന്റെ മാധ്യമ പബ്ലിസിറ്റി വിഭാഗം മേധാവി പവൻ ഖേര പറഞ്ഞത് ഇപ്രകാരമാണ്. പക്ഷേ ഈ അപകടങ്ങളും കേന്ദ്രത്തെയും കൂട്ടി വായിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം മനഃപൂർവ്വം പടച്ചുണ്ടാക്കിയ അപകടം എന്ന് തന്നെയാണ്. കാരണം ഈ അപകടങ്ങളെല്ലാം ഉണ്ടാവുന്നത് സാമൂഹ്യപരമായും രാഷ്ട്രീയപരവുമായി കേന്ദ്രം ചോദ്യത്തിന് മുൾമുനയിൽ നിൽക്കുന്ന കൃത്യമായ സമയത്ത് തന്നെ. ആ സമയത്ത് മാധ്യമത്തിന്റെയും മനുഷ്യന്റെയും ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയുള്ളതാണ് ഈ അപകടങ്ങൾ. ഇതിന് തൊട്ടു മുൻപുണ്ടായ ഗോണ്ടാൾ ട്രെയിൻ അപകടം വരെ അത്തരത്തിൽ ആരോ പടച്ചുകെട്ടിയ അപകടങ്ങൾ എന്ന് നമുക്ക് വിളിക്കാം. കാരണം നീറ്റ് വിഷയം മുതൽ അജിത് പവാർ യോഗി ഭിന്നത വരെ തകർച്ചയുടെ മുകളത്തിൽ നിൽക്കുന്ന കേന്ദ്രഭരണം ആ തകർച്ചയുടെ ചർച്ച വഴിതിരിച്ചു വിടാനുള്ള ഒരു തന്ത്രപരമായ അപകടമായിരുന്നു കഴിഞ്ഞു പോയത്. ഇതിനു മുൻപുണ്ടായിരുന്ന 3 ട്രെയിൻ അപകടങ്ങൾ തന്നെയാണ് ഇപ്പോഴുണ്ടായ അപകടം രാഷ്ട്രീയപരമായ വഴിതിരിക്കലാണെന്ന് പറയാനുള്ള കാരണവും. മണിപ്പൂർ വിഷയത്തിൽ രാജ്യവും ലോകവും മുഴുവൻ കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രിയെയും വിമർശിക്കുന്ന നേരത്ത് കരുതിക്കൂട്ടിയുണ്ടാക്കിയ ഒരു വലിയ അപകടം. അത്രയും നാള് മണിപ്പൂർ നിറഞ്ഞിരുന്ന പത്രക്കോളങ്ങൾ പിന്നീട് ബാലസോറിനായി നിറഞ്ഞു. ചർച്ചകൾ അപകടങ്ങളെക്കുറിച്ചായി. ഇതിനിടയ്ക്ക് മണിപ്പൂർ വിഷയത്തിൽ കേന്ദ്രത്തെ വിമർശിക്കുന്നതിന്റെ അളവ് കുറഞ്ഞു. അന്ന് സിഗ്നൽ തകരാറെന്ന് പേരിട്ടുകൊണ്ട് മോദിയും കൂട്ടരും ഉണ്ടാക്കിയെടുത്ത അപകടത്തിൽ നഷ്ടപ്പെട്ടത് 296 ജീവനുകൾ. അതിൽ കാലുകളും കൈകളും ഇല്ലാതെ അല്പായുസമായി രക്ഷപ്പെട്ടത് 1200-ലധികം പേരും. അതിനുശേഷം ഏതാനും മാസങ്ങൾ മുൻപ് പശ്ചിമ ബംഗാളിൽ സിലിഗുരിയിൽ എക്സ്പ്രസ് ട്രെയിനും ഗുഡ്സ് ട്രെയിനും ഇടിച്ച് മറ്റൊരു അപകടമുണ്ടായി. 3ാം ഭരണം കിട്ടിയിട്ടും നീറ്റ് പരീക്ഷാ വിഷയത്തിലും വിദ്വേഷ പ്രസംഗത്തിലും പ്രതിപക്ഷ ചോദ്യങ്ങളും കൊണ്ട് ഉത്തരം മുട്ടിയ നേരം ശ്രദ്ധ തിരിക്കാൻ കണ്ടെത്തിയ അടുത്ത മാർഗം വീണ്ടും ഒരു ട്രെയിൻ അപകടം. അടുത്തത് അവസാനമായി 3 പേരുടെ ജീവനും 30 പേർക്ക് പരിക്കും പറ്റിയ ഗോണ്ട ട്രെയിൻ അപകടം. അതുണ്ടായിരിക്കുന്നത് രാഷ്ട്രീയമായി NDA ഘടകം പൊട്ടിപ്പാളീസാകുന്നതിന്റെ വക്കിൽ നിൽക്കുന്ന സമയത്ത്. രാജ്യസഭയിലെ ഭൂരിപക്ഷം NCP പിളർപ്പ്, ഉത്തർപ്രദേശിലെ തിരിച്ചടി, ഒപ്പം കേന്ദ്ര പരീക്ഷകളിൽ തിരിമറി എന്നിങ്ങനെ എല്ലാം കൊണ്ട് കേന്ദ്രം വിയർപ്പ് മുട്ടിയിരിക്കുന്ന നേരം ഗോണ്ട ട്രെയിൻ അപകടം നടന്നു. ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതിലുമുണ്ട് കേന്ദ്രത്തിന്റെ ഒരു കൈ. ബജറ്റിനോടുള്ള പ്രതിപക്ഷ ജനങ്ങളുടെ എതിർപ്പ്, അതിൽ നിന്നും മാധ്യമ ശ്രദ്ധ തിരിക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രം. അങ്ങനെ കൂട്ടിയും കിഴിച്ചും നോക്കുമ്പോൾ ഈ അപകടങ്ങളുടെ പിന്നിലെ ആ കൈകൾ ആരുടേതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.